നമ്മളൊരു പഴയ വണ്ടി ഡിസ്മാൻഡിൽ ചെയ്യാൻ പോകണം കേട്ടോ. ഇത് കുറച്ച് എനിക്ക് ഒന്ന് 3-4-5 മാസമായി വണ്ടി ഇവിടെ ആയിട്ട്. അടുത്ത മാസം കസ്റ്റമർ വരുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. അടുത്ത മാസം ഈ വണ്ടി കൊടുക്കണം. ഏതായാലും ഞാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ഏതായാലും അയക്കുമ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഓരോ കാര്യങ്ങൾ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഒരു വണ്ടി അയക്കണ സമയത്ത് എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നും എന്നുള്ള കാര്യങ്ങൾ, ഏതൊക്കെ ഭാഗങ്ങൾ ഇതിൻ്റെ പോയിട്ടുണ്ടെന്ന് നോക്കാം. നമുക്ക് ഏതൊക്കെ നമ്മൾ റീപ്ലേസ് ചെയ്യേണ്ടി വരും എന്നുള്ള കാര്യങ്ങളാണ് നോക്കുന്നത്. അപ്പോൾ എപ്പോഴും ഒരു പഴയ വണ്ടീൻ്റെ റീസ്റ്റോറേഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ എത്ര ക്യാഷ് ആവും ചോദിച്ചാൽ ആളുകൾ ചോദിക്കുന്നത് എത്ര പൈസ ആവും. എൻ്റെ വണ്ടി ചെയ്യാൻ എല്ലാ വണ്ടികളും ഒരേമാതിരി ഒരിക്കലും പ്രൈസ് വരിക. ഫിക്സഡ് റേറ്റ് ഇതിനില്ല. റീസ്റ്റോറേഷന് ഒരു ഫിക്സഡ് റേറ്റ് 40,000, 50,000, 60,000, ലക്ഷം, 1,5 ലക്ഷം അങ്ങനെ റേറ്റ് ഇല്ല ഒരു വണ്ടിക്കും. കാരണം ഡിപ്പെൻഡ് ആണ് വണ്ടിൻ്റെ കണ്ടീഷൻ അനുസരിച്ചും ആ വണ്ടിയുടെ ബാക്കിയുള്ള ബോഡി, കോസ്മെറ്റിക്കലായിട്ടുള്ള ബോഡിയുടെ പാർട്സിൻ്റെ തുരുമ്പോ ദ്രവിപ്പിക്കൽ അങ്ങനത്തെ കാര്യങ്ങൾ അനുസരിച്ചാണ്, റീപ്ലേസ്മെൻറ്റിനനുസരിച്ച് മാത്രമാണ് ഇതിൻ്റെ പ്രൈസ്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഏകദേശം ഓക്കെ ആയിരിക്കും. പക്ഷേ റീപ്ലേസ്മെൻറ്റ് ബാക്കിയുള്ള ഇതിന് എത്രത്തോളം ഡീപ്പായിട്ട് ഇതിന് ഒരു കൊറോഷനും കാര്യങ്ങളൊക്കെ ബാധിച്ചിട്ടുണ്ട്. അതേമാതിരി തുരുമ്പ്, പിന്നെ എൻജിൻ വൈസ്, ഗിയർ ബോക്സ് വൈസ് കാര്യങ്ങളൊക്കെ എത്രത്തോളം വീക്കാണെന്നനുസരിച്ച് മാത്രമാണ് നമ്മൾ റീസ്റ്റോറേഷൻ്റെ കോസ്റ്റ് വരിക കേട്ടോ. അത് നോക്കാം. സൺഡേ ആണ്, വർക്ക്ഷോപ്പ് ലീവാണ്. ഇത് വീട്ടിലുള്ള ഷെഡിൽ നിന്നാണ് ഇപ്പം ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് കേട്ടോ, ഷോപ്പിലല്ല. ഇത് നമുക്ക് സീറ്റ് അയക്കാം. സീറ്റിന്റെ സ്ഥിതി എങ്ങനെ നോക്കാം നമുക്ക്. സീറ്റിന്റെ അടിയൊന്നും സ്പാൻഡർ ഇങ്ങോട്ട് കയറൂല. ചില സമയം ഇതിനെ ഡിസ്മാൻഡിൽ ചെയ്യാനുള്ള ചില സമയങ്ങളിൽ തുരുമ്പ് പിടിച്ച് അയച്ച കിട്ടാത്ത ബോൾട്ടുകൾ, സ്റ്റഡുകൾ, ഇതൊക്കെയാണ് ചിലപ്പോൾ സമയം നമ്മളിത് കളയുക. നോർമൽ ആണെന്നുണ്ടെങ്കിൽ ഓക്കെ, പെട്ടെന്ന് അയച്ച് കഴിയും. പിന്നെ സെറ്റ് ചെയ്യുന്നത് മാത്രമേ നമുക്ക് ടൈം എടുക്കുള്ളൂ. ഈ സ്റ്റഡൊക്കെ ഓവർ വെളിയിലേക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ, ത്രെഡ് ഓവർ വെളിയിലേക്ക് ഉണ്ട്, ആ ഒരു തുരുമ്പ് കവർ ചെയ്ത് ആ നെട്ടങ്ങ് കിട്ടാൻ കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. ഈ സീറ്റ് നോർമൽ സീറ്റ് അല്ല കേട്ടോ, കുറച്ച് ഫോമൊക്കെ കട്ട് ചെയ്ത് അത് സ്ലിം ആക്കിയിട്ടുള്ള സീറ്റാണ്. ഇത് തന്നെയാണോ വേണ്ടതെന്ന് കസ്റ്റമറിന് അറിയില്ലൊന്നും പറഞ്ഞിട്ടില്ല. ഇത് നമ്മൾ പക്ക സ്റ്റാൻഡേർഡിലേക്കാണ് കൺവേർട്ട് ചെയ്യാൻ പോകുന്നത്. ടാങ്ക് ഫിൻ സൈപ്പൊക്കെ ചെയ്ത് മോണോഗ്രാമൊക്കെ മാറ്റി എത്ര എൻഡ് വരെ റെസ്റ്റാണ്. അപ്പം മാനുവലായിട്ട് തിരിച്ച് തന്നെ എടുക്കണം, വേറൊരു രക്ഷയില്ല ഇതിൻ്റെ ഉള്ളിൽ.
നമ്മൾ BS3 ക്ലാസിക്കിന് സ്റ്റാൻഡേർഡ് ഒക്കെ വന്ന ഒരു ഫസ്റ്റ് വന്ന വേർഷനിൽ വന്ന ഒരു ടാങ്കാണ് കേട്ടത്. എങ്ങനെ ഇത് ഇവിടെ ശ്രദ്ധിക്കുക, ഇത് ഇപ്പോൾ ഒരു ബോൾട്ട് വെച്ച് സ്പേസ് ഇട്ടതാണ്. ഇത് ഫിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതിൻ്റെ തന്നെ മൗണ്ടിങ് റബ്ബറുകൾ കിട്ടും, റബ്ബറും അതിൻ്റെ സ്പേസറും കിട്ടും. ആ സ്പേസർ ഇട്ട് ഫിറ്റ് ചെയ്താൽ കറക്റ്റ് ആയിട്ട് ടാങ്ക് വൈബ്രേഷൻ ഇല്ലാതെ നോക്കും. ഇത് ബോൾട്ട് ഇട്ടുകൊണ്ട് തന്നെ ചെറിയ രീതിയിൽ ചില സമയങ്ങളിൽ ലൂസായി കഴിഞ്ഞാൽ വൈബ്രേഷൻ വരാൻ സാധ്യതയുണ്ട്. ഇതിൻ്റെ സ്പേസിങ് ഇവിടെ കുറച്ച് കൂടുതലാണ്. മറ്റേ പഴമുള്ള ടാങ്കിൻ്റെ കുറച്ച് ഇങ്ങനെ എടുത്തിട്ടാണ് കിടക്കുക, ഇത് കുറച്ച് വൈഡായിട്ടാണ് കിടക്കുക. അതിനനുസരിച്ച് ഇവിടെ ഇട്ടേക്കുന്ന 12 നെട്ടാണ്. അപ്പോൾ അതിനെ മാറ്റിയിട്ട് ഇതിൻ്റെ ബുഷ് ഉപയോഗിക്കാം. അപ്പോൾ ഈ നെട്ട് നമുക്ക് ആവശ്യമില്ല. ടാങ്കാണ് എന്നുണ്ടെങ്കിലും പഴയ വണ്ടികളൊക്കെ ശരിക്കും ഒരു റസ്റ്റ് കോട്ടിങ് റോയൽ എൻഫീൽഡ് കൊടുത്തിരുന്നു. അപ്പോൾ റസ്റ്റ് കോട്ടിങ് ഇപ്പം നിലവിൽ ഒരു ഉണ്ട്, ചില വണ്ടികളിൽ ഇളകി വരാറുണ്ട്. പക്ഷേ കുഴപ്പമൊന്നും കാണില്ല, ടാങ്കിൽ തുരുമ്പും കാര്യങ്ങളൊന്നുമില്ല. അപ്പം എന്താ പറയുക, ആ കാലത്ത് ഒന്നും കൂടെ റോയൽ എൻഫീൽഡ് ഒന്ന് ശ്രദ്ധിച്ചിരുന്നു എന്ന് വേണം പറയാൻ മാനുഫാക്ചറിങ് പ്രോസസ്സിലെ കാര്യങ്ങളിൽ. അപ്പം എന്തുകൊണ്ട് ഞാൻ പഴയ ടാങ്ക് നല്ല ഗേജുള്ള ടാങ്കാണ്, മാത്രമല്ല തുരുമ്പ് പിടിച്ച് ഹോളാവാനുള്ള സാധ്യതയും താരതമ്യം മറ്റേക്കാളും കുറവാണ്. ഒന്ന് ക്ലീൻ ചെയ്ത് ലാൻഡ് റസ്റ്റ് കോട്ടിംഗ് ഒക്കെ അടിച്ചു കഴിഞ്ഞാൽ ഉപയോഗിക്കാവുന്നുള്ളൂ കേട്ടോ. ഓക്കെ, ഇപ്പം നമ്മളിതിൻ്റെ നല്ലൊരു എഞ്ചിനും ഡിസ്മാൻഡിൽ ചെയ്യുന്നില്ല, ശരിക്കും ഔട്ടർ കവേഴ്സ് കംപ്ലീറ്റ് അയക്കുകയാണ്. ടാങ്ക് വെയിറ്റ് ഒക്കെ നോക്കാൻ പറഞ്ഞ വെയിറ്റ് ഉള്ള വണ്ടിയാണെന്ന് തോന്നുന്നു കേട്ടോ. ഏതായാലും ഔട്ടർ കവറൊക്കെ ഒന്ന് അയച്ചു നോക്കണം, അയക്കണം. അതിൻ്റെ മുന്നോടി നമുക്ക് ഇതിൻ്റെ മിറേഴ്സ് ഒരുപാട് മൂലയിൽ കിടന്ന വണ്ടിയായിട്ടത്. സാധാരണഗതി നോർമലി അയച്ചെടുക്കുന്ന മാതിരി അയച്ചെടുക്കാൻ കഴിയില്ല. മിറേഴ്സ് രണ്ടും മാറ്റേണ്ടി വരും. ഇപ്പൊ ഹാൻഡിൽ ബാർ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മൾ ഇലക്ട്രിക് ബൈക്കിന് ഉപയോഗിക്കില്ല കേട്ടോ. കാരണം ചില നമ്മള് സ്പാൻഡറുമായിട്ടും ബോക്സുമായിട്ടൊക്കെ സമ്പർക്കം വരുന്ന ബോൾട്ടുകൾ നമ്മൾ ഇലക്ട്രിക് ബൈറ്റ് ഉപയോഗിക്കലൊക്കെ റീപ്ലേസ് ചെയ്യണം അത്. കാരണം ഇലക്ട്രിക് ബൈറ്റ് ഇപ്പം ചെയ്ത് കഴിഞ്ഞാൽ അത് നിൽക്കില്ല എന്നുള്ളതുകൊണ്ട് ആ ബോൾട്ട് നമ്മളല്ല ടോർക്ക് എടുത്ത് നമ്മൾ ടൈറ്റ് ചെയ്യുന്ന സമയത്ത് ആ സാധനങ്ങൾ കോട്ടിങ് വരുന്നതായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് ഞാനിപ്പോൾ ഇങ്ങനെയുള്ള ഈ പാർട്ടുകളൊന്നും പ്ലേറ്റ് ചെയ്യാറില്ല, റീപ്ലേസ് ചെയ്യുള്ളൂ. നമുക്ക് രജിസ്റ്റർ ചെയ്താൽ കൊടുത്താൽ പോരല്ലോ, അത് ഇരുമ്പും നിലയ്ക്കും വേണമല്ലോ. ചെറിയ മാറ്റം മാത്രമേ വരുള്ളൂ. ഓക്കെ, രണ്ട് മിററും മാറ്റേണ്ടതാണ് കേട്ടോ. ഹെഡ്ലൈറ്റ് ഒന്നും പഴയ മോഡലൊന്നും അല്ല, അത് സാധാരണ UC ടൈപ്പ് ഹെഡ്ലൈറ്റ് ആണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഈ റിങ്ങും നമ്മൾ പ്ലേറ്റ് ചെയ്യാറില്ല, കാരണം ഈ റിങ്ങും റീപ്ലേസ് ചെയ്യാണ് പതിവ്. കാരണം ഈ പ്ലേറ്റ് ചെയ്യുന്ന പൈസയും റീപ്ലേസ് ചെയ്യുന്ന പൈസയും ഏകദേശം സെയിം ആയിട്ട് വരും കേട്ടോ.
ഹാൻഡിൽ ബാർ ക്ലാസിക്കിന്റെ ആണ് ഇട്ടേക്കുന്നത്. അത് കസ്റ്റമറിന് ഏതാ വേണ്ടതെന്ന് വെച്ചിട്ട് ചോദിച്ചിട്ട് ചെയ്യാൻ. ഹാൻഡിൽ ബാർ മാറ്റേണ്ടി വരും, വരണം. സോറി. ടൂൾ ബോക്സും ലോക്ക് ടൈപ്പ് അല്ല കേട്ടോ. ഇപ്പം പഴയ മോഡൽ ടൂൾ ബോക്സ് തന്നെയാണ്. ഫ്ലവർ ലോക്ക്, ഫ്ലവർ കീ. ഈ ബോക്സ് ഒക്കെ പൊളിച്ചാൽ തന്നെ പറയാൻ പറ്റുള്ളൂ ഇതിൻ്റെ ഒക്കെ അവസ്ഥ എന്താണെന്നിട്ട്. അത്രക്കും തുരുമ്പാണ് കാണുന്നത്. തിണ്ടി പൊളിക്കാന്നറിയാം. ഇതൊക്കെ വരങ്ങടി കണ്ടിട്ട് ഈ അടുത്ത് റീപ്ലേസ് ചെയ്താന്ന് തോന്നുന്നു കേട്ടോ. പക്ഷെ അവിടെ കട്ട് ചെയ്ത് കൊടുത്തു എന്നുള്ളതാണ്. എയർ ഫിൽട്ടർ ബോക്സ് ഒക്കെ പ്ലേറ്റ് ചെയ്തതാണ്.
ഒരു സൈഡിൽ 14, ഒരു സൈഡിൽ 15. ഓക്കെ. ലേഡി സ്ട്രിപ്പ് 2 സൈഡിലും കൊടുത്തിട്ടുണ്ട്. ഇത് വിത്ത് സ്റ്റഡാണ് കഴിഞ്ഞ് വന്നത്. ഓക്കെ. ഓക്കെ.
ഇതൊന്നും തിരിയുന്നില്ല, തിരുമ്പുടിച്ച്. വണ്ടിൻ്റെ സിറോക്സ് ബ്രേക്ക് സിസ്റ്റം ഒന്നും ഇല്ല. ഈ ബോൾട്ടൊക്കെ നേരെ ഓപ്പോസിറ്റാ ചെയ്തത് വെച്ച്.
ഈ കൈ കിട്ടുന്ന നട്ടൊക്കെ എടുത്ത് ടൈറ്റ് ചെയ്യലാണ്. ഇത് ഓപ്പോസിറ്റ് സൈഡിലേക്കാണ് ഇത് ടൈറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ടൈറ്റ് ചെയ്ത് വെച്ചതല്ല, ഈ ബോൾട്ട് ഫ്രണ്ടിൽ നിന്ന് ഉള്ളിലേക്കാണ് ഇടുക. ഇത് ഉള്ളിൽ നിന്ന് വെളിയിലേക്കാട്ടെ. കുടുങ്ങിപ്പോയി. ഓക്കെ, ഇത്ര ബുദ്ധിമുട്ടിക്കാതെ അങ്ങോട്ട് ഇട്ടേക്ക് നോക്കും. കണ്ടല്ലേ, ഈ ബോൾട്ട് ഫ്രണ്ടിൽ നിന്ന് പുറകിലേക്ക് ഇടുക കേട്ടോ. ട്രാഫിക്കേറ്റേഴ്സ് 4 ജോയിന്റ് ആണ്. ഏതായാലും നോക്കിയിട്ട് ചെയ്യാം. ഇത് അല്ലേ, ഈ ബോൾട്ടുകളൊക്കെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഉള്ളത്. ഇതൊരു ഇൻസ്റ്റാൾ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിട്ടുണ്ടാകും, കാരണം അവിടെയൊക്കെ തട്ടിയിട്ട്
ഫോർക്ക്നെറ്റ് ഓറിംഗ് ഒക്കെ ശ്രദ്ധിക്കണം കേട്ടോ. ചിലപ്പോൾ കിട്ടുന്നില്ല എങ്കിൽ ഒന്ന് എടുത്ത് വെക്കണം. ഫോർക്ക്നെറ്റ് ഫോർക്ക് ഓയിലൊന്നും ഈ അടുത്ത കാലത്തല്ല, ഈ വണ്ടി ഇറങ്ങി അന്ന് മുതൽ മാറ്റിയിട്ടില്ല എന്ന് തോന്നുന്നു. അത്രക്കും ബാഡ് സ്മെല്ല്. ഈ റോക്കർ വെയറിന്റെ നെറ്റ് സ്റ്റഡുകളൊക്കെ നല്ലത് സൂക്ഷിക്കണം. സിങ്ക് ചെയ്യാൻ കൊടുക്കുന്ന സമയത്ത് ഈ ത്രെഡ് പോലെ സ്വാഭാവികമാണ്. ത്രെഡ് പോയി കഴിഞ്ഞാൽ അത് കയറൂല. അപ്പൊ ഈ സാധനം നിങ്ങൾക്ക് പുതിയത് അവൈലബിൾ ആണ് എന്ന് ഉറപ്പിച്ചതിന് ശേഷം മാത്രം സിങ്ക് ചെയ്യാൻ കൊടുക്കുക. അതല്ല എങ്കിൽ നിങ്ങൾ അവിടെ വെച്ചിട്ട് നിങ്ങൾ തന്നെ പേഴ്സണലായിട്ട് അതായത് സിങ്ക് ചെയ്യാൻ കൊടുക്കാതെ അത് പോളിഷ് ചെയ്ത് വൃത്തിയാക്കിയിട്ട് കേട്ടോ. അതല്ലെങ്കിൽ ചിലപ്പോൾ ബുദ്ധിമുട്ടാവും. ഞാൻ ഇങ്ങനെയുള്ള സാധനങ്ങൾ നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് എങ്കിൽ മാത്രം നമ്മൾ സിങ്ക് ചെയ്യാൻ കൊടുക്കുകയുള്ളൂ. പോയി കഴിഞ്ഞാലും വേറെ റീപ്ലേസ് ചെയ്യാൻ കരുതിയിട്ട്. അതെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ നൈസായിട്ടുള്ള ത്രെഡുകൾ, നൈസ് ത്രെഡുള്ള ചെറിയ ചെറിയ സ്ക്രൂസ് ഒക്കെ ഉണ്ട്. അതൊരിക്കലും അയച്ചിട്ട് സിങ്ക് ചെയ്യാൻ കൊടുക്കരുത്. കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ ത്രെഡ് പോകുന്നുള്ള ഉറപ്പാണ്, ഒരു സംശയമില്ല. ഇത് സ്റ്റഡ് വന്നോല്ല, അത് പോയോല്ല എന്നുള്ള അവസ്ഥ അപ്പത്തുള്ളത്. ഓക്കെ, ഇത് ഓവർ സൈസ് ഇട്ടതാണ്. സെക്കൻഡോ തേർഡോ ഓവർ സൈസ് സ്റ്റഡാണ്, അതുകൊണ്ടാണ് ഇത് വരാൻ മടി. അപ്പോൾ ഞാനിത് റോക്കർ അയച്ചു, വലിയ കുഴപ്പമൊന്നും കാണുന്നില്ല. അത്യാവശ്യം നല്ല രീതിയിൽ ഓയിലൊക്കെ മാറ്റി കൊണ്ടുവരുന്ന വണ്ടിയാണെന്ന് തോന്നുന്നുണ്ടോ. അതല്ലാതെ ഇന്നലെ പയിച്ചൊരു വണ്ടിയുടെ മാതിരിയൊന്നും അല്ല.
പിന്നെ ഒരു CNG ഷോപ്പിൽ അയച്ചിരുന്നു. അപ്പോൾ അത് എനിക്ക് വീഡിയോ എടുക്കാനും പറ്റിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഓക്കെ, ഇത് കുഴപ്പമില്ല, ഒരു അത്യാവശ്യം ക്ലീൻ ആണ് ഭാഗം. നമ്മൾ എഞ്ചിൻ അയക്കുമ്പോൾ നമ്മൾ ബഫറിങ്ങിന് കൊടുക്കുമ്പോൾ ആദ്യം ചെയ്യുന്ന ഈ റൗട്ടർ കവറുകൾ മാത്രം അയച്ചു കൊടുക്കുക. ഇനിയിപ്പോൾ വല്ല കുറച്ച് കോംപ്ലിക്കേഷൻ ശ്രദ്ധിക്കേണ്ട ഭാഗം ഒന്ന് ടൈമിംഗ് കേസാണ്, ഒന്ന് ക്ലച്ച് കേസാണ്. ക്ലച്ച് ഇന്നർ ഔട്ടർ കഴിയുമ്പോൾ ക്ലച്ചിൻ്റെ ഓരോ ഭാഗങ്ങളും എവിടെയൊക്കെ ഭാഗങ്ങൾ പോയിട്ടുണ്ട്, എന്തൊക്കെ പോയിട്ടുണ്ടെന്ന് നമുക്ക് പറയാം. ക്യാമിൻ്റെ സൈഡും ക്യാമ്പിൻ്റെ ക്യാം ഗിയറോ അല്ലെങ്കിൽ പിന്നെയും ഗിയറോ ഒക്കെ പോയിട്ടുണ്ടോ എന്നുള്ളതൊക്കെ അയച്ചു കഴിഞ്ഞാൽ അറിയാം കേട്ടോ. നമുക്ക് ആദ്യമായിട്ട് നമുക്ക് ഇത്ര ഇതിലൂടെ ഓയിൽ വരുന്നുള്ളതുകൊണ്ട് തന്നെ കുറച്ച് ലൂസാക്കിയിട്ട് ഒക്കെ ഈ വേളാട്ടം കൂടെ ഒക്കെ ഈ മണ്ണ് ഇവിടെ ഒക്കെ ഈ വണ്ടിയിലുള്ളിൽ നിന്ന് വന്നതാ. ഇപ്പൊ വേട്ടാളനോ വേളാട്ടനോ ഏതോ ഒരു സാധനം ഏതായാലും അതൊക്കെ ഫുള്ള് കൂട് കൂട്ടി വെച്ചിട്ടുണ്ട്. അവർക്ക് നല്ലോണം ഉള്ള സുഖസുന്ദരായിട്ട് വസിക്കാനുള്ള ഒരു ഇടായിരുന്നു ഇത്. ഒരു ശല്യം ഉണ്ടാവില്ലല്ലോ. അപ്പൊ അതിൻ്റെ ഉള്ളിലൊക്കെ തന്നെയാണ്. നമുക്കിനി ഈ ഒരു ഓയിൽ ട്രേ മെല്ലെ ഇങ്ങനെ വെക്കാട്ടോ. എന്നിട്ട് അതിന് ശേഷം ഇത് കഴിച്ചിട്ട് ഉപയോഗിക്കുമ്പോൾ കറക്റ്റ് ടോർക്കൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് സ്ലോയിൽ വന്നിട്ട് അത് കഴിച്ചെടുക്കാം. ഹൈ സ്പീഡ് റാച്ചിറ്റ് ഒന്നും സിംഗിൾ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത റാച്ചിറ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ ഹാൻഡ് റോൾ തന്നെ ഉപയോഗിച്ച് അയക്കാൻ നോക്കുക കേട്ടോ. ഇങ്ങോട്ട് വരുന്നത് കാണില്ല രണ്ട്. ഓക്കെ, ഇത് ഓയിൽ മുകളിലേക്ക് സപ്ലൈ കുറവാണെന്ന് തോന്നുന്നുണ്ട്. കാരണം ഈ ടൈമിംഗ് കേസിൽ നിന്ന് ഒരു തുള്ളി ഓയിലില്ല, കണ്ടില്ലേ. സാധാരണ ഇവിടെ ഓയിൽ ഉണ്ടാവേണ്ടതാണ്. ഇനി ഇവിടെ ലോയിലോ കൂടി ക്രാങ്ക് കേസിൽ കയറി പോയതാണോ അതും അറിയില്ല. ഏതായാലും കയറി കഴിഞ്ഞാൽ ഇതിൻ്റെ തടിയിൽ താഴെ കുറച്ചുണ്ടാവേണ്ടതാണ്. ബുഷിലൂടെ കയറി പോയിട്ടുണ്ടോന്ന് അറിയില്ല. ഏതായാലും ക്രാങ്ക് കേസിന്റെ ആ ഭാഗത്തിലെ ബോൾട്ട് അയക്കുമ്പോൾ അറിയാം കേട്ടോ നമുക്ക്. ഓയിൽ പമ്പിങ് കുറവാണ്. അതല്ല എങ്കിൽ ഓയിൽ പമ്പിങ് കുറവുണ്ടാകാൻ സാധ്യതയില്ല. കാരണം ഓയിൽ പമ്പിങ് കുറവുണ്ടെങ്കിൽ ഇവിടെ നല്ല തേയ്മാനുള്ള ശബ്ദം ഉണ്ടാകും മിക്കവാറും. ഈ ഓയിൽ ഞാനിതാണ് പറയാറുള്ളത്, ഈ നിർത്തുന്ന സമയത്ത് ഇവിടെ കിടക്കുന്ന എത്രത്തോളം ഓയിൽ ഈ ഒരു ലെവലിൽ ഓയിൽ ഇവിടേക്ക് വരും. ഈ ഓയിൽ കംപ്ലീറ്റ് ക്രാങ്ക് കേസിലേക്ക് എത്തിയിട്ടുണ്ടാകും. ഈ ഒരു ഓയിലാണ് നമ്മുടെ ഒന്നുകിൽ ഇതിലൂടെ അടിച്ച് കയറും. പിന്നെ ഇത് ഓയിൽ സീൽ ടൈപ്പ് അല്ല, ബുഷ് ടൈപ്പാണ്. അതുകൊണ്ട് തന്നെ ഈ ഇടയിലൂടെ ഓയിൽ കയറും. പക്ഷെ എന്നാലും ഈ ഒരു ലെവൽ ഓയിലൂടെ വേണം, അതുകൂടെ കാണുന്നില്ല കേട്ടോ. അപ്പോൾ ഏതായാലും ബാക്കിയുള്ള കാര്യങ്ങൾ സെറ്റ് ചെയ്യണമെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഇപ്പം ക്യാമിന് ഷെയ്ക്കും കാര്യങ്ങളൊന്നും കാണുന്നില്ല, വീലൊക്കെ ഓക്കെയാണ്. ഈ ഷെയ്ക്ക് നോക്കേണ്ടതില്ല കേട്ടോ.
ഐഡൽ ഗിയറിന്റെ ആ ഒരു ഇതൊന്നും ഷെയ്ക്ക് ആരും മൈൻഡ് ചെയ്യണത്. ഒരു അലുമിനിയത്തിന്റെ വാശാണ് ഇട്ടേക്കുന്നത്, ഒറിജിനൽ അല്ല ഇത് ഉപയോഗിച്ചേക്കുന്നത്. അപ്പോൾ ഇതൊന്ന് മാറ്റിയിട്ട് നമുക്ക് ഒറിജിനൽ ഇടണം. അപ്പോൾ ഇതിന് ഇനി പമ്പ് കഴിച്ചിട്ട് നോക്കാം. നമുക്ക് ഇനി ക്ലച്ച് നോക്കാം കേട്ടോ. നമ്മൾ ക്ലച്ച് കവറാണ് ഞയിക്കാൻ പോകുന്നത്. ഇപ്പം ഇതിന് നോക്കി ഈ ഒറ്റ സ്റ്റഡിന്റെ മുകളിലാണ് ഈ സാധനം നിൽക്കുന്നത്. ഒറ്റ സ്റ്റഡ് ഓവർ ടൈറ്റ് ചെയ്താൽ ഒരു നിശ്ചയ ടോർക്ക് ടൈറ്റ് ചെയ്താലേ സാധനം നിൽക്കുള്ളൂ. അപ്പോൾ ഓവർ ടൈറ്റ് ചെയ്ത സാധനം തെറിച്ച് പോരുകയും ചെയ്യും, ടൈറ്റ് ചെയ്താൽ ഓയിൽ ലീക്ക് അടിക്കുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു ക്ലച്ച് കേസ് പ്രോപ്പറായിട്ട് സെറ്റ് ചെയ്തെടുക്കുക എന്നുള്ള ചെറിയൊരു ടാസ്ക്കുള്ള പരിപാടിയാണ്. അപ്പോൾ റബ്ബറിന്റെ കാര്യങ്ങളാണെങ്കിൽ റബ്ബർ കറക്റ്റായിട്ട് അണീവനായിട്ട് സീറ്റിംഗ് ആയി കഴിഞ്ഞാൽ ഓയിൽ ലീക്ക് വരും. അപ്പം ഇതിപ്പോൾ കുറച്ച് പുറത്തേക്ക് തള്ളിയിട്ടാണ് കിടക്കുന്നത്. കറക്റ്റ് ഇതല്ല, ഇവിടെ കുറച്ച് മുകളിൽ അടിയിൽ കുറച്ച് കയറിയിട്ടും പുറത്തേക്ക് തള്ളിയിട്ടാണ് നിൽക്കുന്നത്. ഇതൊക്കെ കറക്റ്റ് അല്ല സംഗതി ഇപ്പം നിലവിൽ. അത് അയച്ചു നോക്കാം. ഈ ഒറ്റ ബോൾട്ടിന്റെ മുകളിലാണ്, ഈ ഒരു നട്ടിന്റെ മുകളിലാണ് നിൽക്കുന്നത് കേട്ടോ. ചെറിയൊരു ബോൾട്ടർ ഞാൻ ഷോപ്പിൽ നിന്ന് എടുക്കാൻ മറന്നു പോയിട്ടോ. അതുകൊണ്ട് ഉള്ള വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് നല്ല വാട്ടർ കണ്ടന്റ് ഉണ്ട് കേട്ടോ ഇതില്. ഓയില് വെള്ളമാണ്. ഇതിലെല്ലാവരും ചോദിക്കാറുണ്ട് എത്ര ഓയിലാണ്. 450 420 ഓയിലാണ്. 450 ഓയിൽ ആണ് ഇതിൽ ഉപയോഗിക്കേണ്ടത് കേട്ടോ. 400 420 കറക്റ്റ് ലെവൽ നോക്കിയിട്ട് ഓയിൽ. ഇത് കംപ്ലീറ്റ് ഉണ്ടല്ലേ വെള്ളമാണ് ഇതില്. വെള്ളം കയറുന്ന മിക്കവാറും ഇതിലൂടെ തന്നെ കയറുള്ളൂ കേട്ടോ. ഈ കോയിൽ ക്രോമറ്റിന്റെ ഗ്യാപ്പിൽ വല്ലാതെ ഗ്യാപ്പ് ഉണ്ടെങ്കിലാണ് അതിലൂടെ വെള്ളം കയറുക. അല്ലേ കംപ്ലീറ്റ് പേസ്റ്റ് വെച്ചിട്ട് ഒപ്പിച്ചിട്ടതാണ്. ഒപ്പിച്ചെന്ന് പറയാൻ പറ്റില്ല, അങ്ങനെ നിൽക്കുള്ളൂ കേട്ടോ. ഇപ്പൊ ചില നല്ല ക്ലിയർ ഉള്ള ഭാഗങ്ങൾ മാത്രം, ക്ലിയർ ആയിട്ടുള്ള ഭാഗങ്ങൾ മാത്രം നമ്മൾ ഈ ഒരു ഇതിന്റെ ഫേസിങ് ക്ലിയർ ആണ്, ഈ ഭാഗത്തും നല്ല ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ കറക്റ്റ് ഈ ഒരു റബ്ബർ ബീഡിങ് ഒറിജിനൽ ഇട്ടാൽ കറക്റ്റ് ഒരു പേസ്റ്റ് ഇല്ല കറക്റ്റ് സെറ്റ് ചെയ്ത് നിൽക്കും. ചില വണ്ടികൾ ഇവിടെയൊക്കെ തേയ്മാനമൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ തേയ്മാനം വന്നിട്ടുണ്ടാവും, കറക്റ്റ് സീറ്റിംഗ് ആവില്ല, ചിലപ്പോൾ റബ്ബർ ഓവർ സൈസ് ആയിരിക്കും. ഉള്ള സാഹചര്യങ്ങളിലാണ് ഈ ഒരു ഭാഗത്ത് ഓയിലേക്ക് ചെറിയ രീതിയിൽ വരിക. അപ്പോൾ കറക്റ്റ് 3 ഡിസ്ക് പ്ലേറ്റ് തന്നെയാണ് ഇതിൽ കൊടുത്തേക്കുന്നത്. അപ്പം നമുക്ക് ഓരോ കാര്യങ്ങളൊന്നുമില്ല. ക്ലച്ച് പ്ലേറ്റ് പോയിട്ടുണ്ടെങ്കിൽ അത് മാറ്റി കൊടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ. അത് കോയിൽ AC/DC തന്നെയാണ്. ഇതൊക്കെ കണ്ടില്ലേ, ഇതൊക്കെ വെട്ടി അയച്ചതാണ് സാധനം. ഇതൊക്കെയാണ് ഈ വെട്ടി അയക്കുമ്പോൾ ഈ ഷാഫ്റ്റിന് ഒരിക്കലും ഞാൻ വെട്ടി കൊടുക്കരുത് എന്നുള്ളത്. ക്രാങ്ക് ഷാഫ്റ്റിന് വെട്ടി ഉണ്ടെങ്കിൽ അലൈൻമെന്റിന് മാറ്റം വരും. അപ്പോൾ കഴിയുന്ന ഒരു കാരണവശാലും നിങ്ങൾ ഈ സാധനം വെട്ടി അയക്കാതെ കറക്റ്റ് ടൂൾ ഉപയോഗിച്ച് അയക്കട്ടെ. ഈ ഒരു ഷാഫ്റ്റിൻ്റെത് വെട്ടി അയക്കൽ എഞ്ചിന്റെ പാർട്സ്, എഞ്ചിന്റെ ഒരു ഷാഫ്റ്റിനും ഈ നമ്മൾ ഹാമർ ഉപയോഗിച്ച് അടിച്ചിട്ട് ഒരിക്കലും അയക്കരുത്. അത് നല്ലോണം ശ്രദ്ധിക്കുക. നമ്മൾ എന്തെങ്കിലും പൈസ ഉണ്ടാക്കിയിട്ട് ആ ടൂൾസ് വാങ്ങിയിട്ട് കഴിച്ച് ഉപയോഗിക്കാറ് വണ്ടിക്ക് നല്ല രീതിയിൽ ദോഷമായി ബാധിക്കുന്ന സംഗതിയാണ് കേട്ടോ. ഈ ഇങ്ങനത്തെ പാർട്സുകളൊന്നും ഞാൻ റാച്ചിട്ട് ഉപയോഗിക്കില്ല കേട്ടോ. ഒക്കെ ഹാൻഡ് ടൈറ്റും ഹാൻഡ് ലൂസും തന്നെ ചെയ്യുക. കാരണം ഇത് നമുക്ക് ചെറിയൊരു അശ്രദ്ധ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ത്രെഡ് അങ്ങ് പോയി കിട്ടും. പിന്നെ സാധനം കംപ്ലീറ്റ് മാറ്റേണ്ടി വരും. ഇലക്ട്രിക് റേഞ്ച് ഒന്നും ഉപയോഗിക്കില്ല. നമുക്ക് ഇതിൻ്റെ ക്ലച്ച് പ്ലേറ്റ് നോക്കാട്ടോ. വാഷറൊന്നും ഉപയോഗിക്കാതെയാണ് സെറ്റ് ചെയ്തേക്കുന്നത്. ക്ലച്ച് പ്ലേറ്റ് മാറ്റേണ്ടി വരും. നമുക്ക് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ക്ലച്ച് പ്ലേറ്റ് നമുക്ക് മാറ്റി കൊടുക്കാം.
പ്ലേറ്റ് പ്രഷർ പ്ലേറ്റ് കംപ്ലീറ്റ് ബ്ലാക്ക് കളറിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ അത് ക്ലച്ച് കത്തിപ്പോയിട്ടുണ്ട്. അല്ലേ, ഇത് ഓവറായിട്ട് ഹീറ്റായി ക്ലച്ച് വരുന്ന സമയത്താണ്, ഓവറായിട്ട് ഹീറ്റ് ആണ് സമയത്താണ് ഇത് അതിൻ്റെ കളർ മാറുന്നത് കേട്ടോ. അപ്പോൾ സാധനം പിന്നെ ഫ്രിക്ഷൻ കിട്ടില്ല, ഗ്രിപ്പ് കിട്ടില്ല. ഇതുണ്ടല്ലോ, ഇതും ഷെയ്ക്ക് ആയിട്ടുണ്ട്. ഇത് നമുക്ക് റിബേറ്റ് ചെയ്ത് ഈ ഒരു സാധനം ക്ലച്ച് ഹൗസിങ്ങിൻ്റെ നോക്കുക അല്ലേ. ഈ കാര്യങ്ങളൊന്നും കറക്റ്റ് ആക്കാൻ നമ്മൾ ക്ലച്ച് ഡിസ്ക് പുതിയ മാറ്റിയിടുന്ന കാര്യമില്ല. അപ്പോൾ ഈ ഒരു ഭാഗം ക്ലിയർ ആക്കണം. ഇതിൻ്റെ ഫ്രിക്ഷൻ പ്ലേറ്റും കൂടെ നമ്മൾ മാറ്റി കൊടുക്കണം. ഇതിനെല്ലാം തന്നെ സിമ്പിൾ മെക്കാനിക്സ് ആണ് വന്നത്. വളരെ സിമ്പിളായിട്ടുള്ള മെക്കാനിക്സ് ആണ് എല്ലാം തന്നെ. കറക്റ്റ് പ്രോപ്പറായിട്ട് നമ്മൾ നോക്കി ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അല്ല, പേടിക്കാനുള്ള വിഷയങ്ങളൊന്നുമില്ല ഇതിന്. അപ്പൊ അതൊന്നും കയറുന്നില്ല. ഇത് കംപ്ലീറ്റ് കട്ടായിട്ടുണ്ട് കേട്ടോ. ഇത് ഓരോന്നായിട്ട് വലിച്ചെടുക്കാൻ നോക്കേ. അതൊക്കെ ജോയിന്റ് ആണ്, കംപ്ലീറ്റ് ജോയിന്റാ. ഓക്കെ, ഏതായാലും ഇതൊക്കെ കറക്റ്റ് ഇപ്പോൾ നമ്മൾ പ്രോപ്പറായിട്ട് നല്ല രീതിയിൽ ആ ഒറിജിനൽ ക്ലിപ്പ് തന്നെ വാങ്ങിച്ചിട്ട് ഇത് ജോയിൻ ചെയ്യണം. അത് തന്നെ ഇതിൻ്റെ ഷോർട്ട് ഉണ്ടോന്നുള്ള, കോയിൽ ഷോർട്ട് ഉണ്ടോന്നുള്ള കോയിലിൻ്റെ കഥകളൊക്കെ ഒന്ന് നോക്കേണ്ട വരും. കോയിലിൻ്റെ ഈ ഒരു എൻഡ് കംപ്ലീറ്റ് കട്ടായി കിടക്കുകയാണ്. കട്ടായിട്ടല്ല, അതിൻ്റെ ഇൻസുലേറ്റർ കംപ്ലീറ്റ് പോയിട്ടുണ്ട്. കോയിലൊന്ന് ചെക്ക് ചെയ്യണം. ഇതാണ് ഇതിൻ്റെ സ്പേസർ വരുന്നത്, മാഗ്നറ്റ് കോയിലിൻ്റെ സ്പേസർ. മാഗ്നറ്റിനൊക്കെ കുറവാണ്, സ്ട്രോങ് കുറവാണ്. അപ്പോൾ മാഗ്നറ്റും കോയിലും മാറ്റേണ്ടി വരും പ്രോപ്പറായിട്ട്. ചാർജിങ്ങും ഹെഡ്ലൈറ്റും പവർ കിട്ടണമെന്നുണ്ടെങ്കിൽ കേട്ടോ. നോക്കുക, ഈ ഒരു ശബ്ദം, ഈ ശബ്ദം വളരെ വല്ലാത്ത രീതിയിൽ ക്രാങ്കിന്റെ സൗണ്ടാണ് തെറ്റിദ്ധരിക്കുന്ന ശബ്ദം കൂടെയാണ് കേട്ടോ വണ്ടി ഓടിക്കുന്ന സമയത്ത്. കണ്ടല്ലേ? അപ്പം ഈ ഒരു കാര്യത്തൊന്ന് ക്ലിയർ ചെയ്യണം. ക്ലിയർ ചെയ്യുമ്പോൾ ഞാൻ അടുത്ത വീഡിയോയിൽ ഇത് നമുക്ക് സെറ്റ് ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ട് വീഡിയോ എടുത്തിട്ട് കറക്റ്റ് പ്രോപ്പർ, ഇതുവരെ അങ്ങനെ വീഡിയോ ചെയ്തിട്ടില്ല ഞാൻ. അപ്പോൾ ഏതായാലും ഈ ഒരു വീഡിയോ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് സെറ്റ് ചെയ്യുന്ന സമയത്ത് വീഡിയോ ഞാൻ മാക്സിമം നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ. ചെയിന് പോയിട്ടുണ്ടോ എന്നുള്ളത് നോക്കാം. 20 ലിങ്ക് വെച്ചിട്ട് അതിൻ്റെ മെഷർമെൻറ്റ് നോക്കിയിട്ട് നമ്മൾ ചെയിന് ഇതൊന്ന് 20 ലിങ്ക് നോക്കിയിട്ട് അതിൻ്റെ ആ ഒരു ക്ലിയറൻസ് നോക്കിയിട്ടാണ് ചെയിന് പോയോ ഇല്ലേ എന്നുള്ളത് നമുക്ക് കണ്ടെത്താം. ഓക്കെ,
ഇത് ഏതായാലും നമുക്കൊന്ന് ഇതുവരെ മാക്സിമം മുമ്പ് ചെയ്ത് ഇങ്ങനെയാണെങ്കിലും കൂടെ പ്രോപ്പർ വേലല്ല ചെയ്ത്. അപ്പോൾ നമുക്കിത് മാറ്റി കൊടുക്കണം കേട്ടോ. ഓക്കെ, പുള്ളർ ഉപയോഗിക്കണം. ഓക്കെ, ഒരിക്കലും ഈ ഒരു ഇത് നമ്മൾ മുടന്തിയിട്ടോ അല്ലെങ്കിൽ വലിച്ചിട്ടോ എടുക്കരുത്. ഈ പ്ലേറ്റ് വെൻ്റായി പോട്ടോ. ഈ പ്ലേറ്റ് വെൻ്റായി കഴിഞ്ഞാൽ ക്ലച്ച് ഔട്ട് അടിക്കും. അത് നല്ല ശ്രദ്ധിക്കുക. ലിഫ്റ്റ് എഞ്ചിൻ്റെ മുകളിലാണ് നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നർ കേസും അയച്ചെടുത്തു. ഇനിയുള്ളത് ഗിയർ ബോക്സിൻ്റെ കേസാണ്. പിന്നെ ഇതും കൂടെ അയച്ചെടുത്താൽ എഞ്ചിൻ ഇറക്കി കഴിഞ്ഞാൽ എൻ്റെ പണി കഴിഞ്ഞു കേട്ടോ. ഡിസ്മാൻഡലിങ് കഴിഞ്ഞു. മെയിനായിട്ടുള്ള വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ടയർ അങ്ങോട്ട് അയച്ചെടുക്കാം. ഓക്കെ, ഒന്ന് വിത്ത് സ്റ്റഡാണ് വന്നത്. ബാക്കിയുള്ള 3 നെട്ടായിട്ട് വന്നിട്ടുണ്ട്.
അപ്പം ഇതൊന്ന് അല്പം പൊന്തിച്ചു കൊടുക്കാം നമുക്കട്ടെ. എന്നാല് ഓക്കെ. ഇപ്പൊ വീല് കഴിഞ്ഞ് വന്നു. ഇത് സെൻറ്റർ സ്റ്റാൻഡ് താത്തി കൊടുക്കാം. നമുക്ക് അടുത്ത് അയക്കാനുള്ള മഡ്ഗാർഡാണ്. ഒന്ന് വിത്ത് സ്റ്റഡ്, അടുത്തതും വിത്ത് സ്റ്റഡ് വന്നത്. ഓക്കെ. നല്ല റെസ്റ്റാണ്. അപ്പോൾ എന്തായാലും ഇതിലൊക്കെ നമ്മൾ പെയിന്റ് കംപ്ലീറ്റ് ഒഴിവാക്കി കളയുമ്പോൾ ഇതിൻ്റെ ഒരു എങ്ങനെയാണെന്ന് അറിയാൻ പറ്റുള്ളൂ. പെയിന്റ് നിൽക്കോ നല്ല റെസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ മഡ്ഗാർഡ് ഞാൻ ഒഴിവാക്കുക തന്നെ ചെയ്യും. കാരണം നമ്മൾ പിന്നെ പെയിന്റ് ചെയ്തിട്ടുണ്ട്, അത് ഭാവിയിൽ ഇത് വീണ്ടും പൊങ്ങി വരാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ ട്രീറ്റ് ചെയ്യാൻ പറ്റാത്ത റെസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ റിസ്ക് എടുക്കാൻ നിൽക്കൂല, മാറ്റും കേട്ടോ. കേബിൾസ് ഒക്കെ പിന്നെ നമ്മൾ ഒന്നും നോക്കൂല, മാറ്റും, പുതിയ ഇടും. അപ്പോൾ ഇത് നമ്മൾ ത്രെഡ് ടൈപ്പ് ആണ് വരുന്നത്. ഇത് തിരിച്ച് ഫോർക്കിൻ്റെ ട്യൂബ് തിരിച്ച് അയച്ചെടുക്കണം, പഴയ മോഡൽ. അപ്പോൾ ആ സാധനം ടൂള് ഷോപ്പിലാണുള്ളത്, സൺഡേ അതുകൊണ്ട് ഞാൻ എടുക്കാൻ വിട്ടുപോയിട്ടോ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു സംഗതി ഒഴിവാക്കിയിട്ടാണ്. പിന്നെ എഞ്ചിന് പറക്കുന്നില്ല, എഞ്ചിൻ അങ്ങനെ തന്നെ വെക്കുകയാണ്. കാരണം ഈ ഫ്രണ്ട് അയച്ചെടുത്തതിന് ശേഷം മാത്രമേ നമ്മൾ എഞ്ചിൻ അവിടെ ഒഴിവാക്കാൻ പറ്റുള്ളൂ. എഞ്ചിൻ ഒഴിവാക്കി അതിനോട് നിൽക്കില്ല, കാരണം നമുക്ക് കുത്തോട് നിർത്തേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ ഒരു എഞ്ചിനെ ലിഫ്റ്റിലങ്ങ് മാറ്റി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഇരുന്ന് കിടക്കും. അതുകൊണ്ട് ഇപ്പോൾ ഇങ്ങനെയാണ് വെക്കുകയാണ്. അപ്പോൾ ഇത്രയാണ് ഒരു വണ്ടി ഡിസ്മാൻഡിൽ ചെയ്യാനുള്ളത്. അപ്പോൾ ഇനി പുറകിലെ വീലും കഴിച്ചെടുത്ത ചെയിൻ സ്റ്റൈനും എഞ്ചിൻ ഇറക്കിയതുകൊണ്ട് കഴിച്ചെടുത്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഡിസ്മാൻഡിലായി. അപ്പം ഇനി അടുത്തത് ഇതിൻ്റെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് സെറ്റ് ചെയ്യുന്ന സമയത്ത്, പെയിൻറ്റ് ചെയ്യുന്ന സമയത്ത്, അല്ല സെറ്റ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത് അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്ത് തരാം. ഞാൻ ഈ വീഡിയോ കുറച്ച് ലെങ്തിയാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ശ്രദ്ധിക്കാനുള്ളത് പറഞ്ഞാൽ പഴയ മോഡൽ വണ്ടി വർക്ക് എടുക്കുമ്പോൾ എപ്പോഴും നമ്മൾ അയക്കുന്ന സമയത്ത് മാക്സിമം സാധനങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക, എന്നിട്ട് നോട്ട് എഴുതി വെക്കുക. എഴുതി വെച്ചതിന് ശേഷം ഏതൊക്കെ പാർട്സാണ് അവൈലബിലിറ്റി ഉള്ളത്, നിങ്ങളുടെ ലൊക്കാലിറ്റിയിൽ ഏതൊക്കെ പാർട്സാണ് അവൈലബിലിറ്റി, ഏതൊക്കെ ഇല്ലാത്തത്, അതനുസരിച്ച് അതില്ല എങ്കിൽ നിങ്ങൾ റീസ്റ്റോർ ചെയ്തെടുക്കാൻ പറ്റും. മാക്സിമം ആ ഒരു പാർട്സാണ് റീസ്റ്റോർ ചെയ്തെടുക്കുക. അപ്പോൾ ചെറിയ വിലയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ അതിൻ്റെ മുകളിൽ അത് മെനക്കെടാക്കി നന്നാവുക. അത്യാവശ്യം കോമൺ ആയിട്ടല്ല, സർവീസ് പാർട്സും കോമൺ ആയിട്ട് അവൈലബിൾ ആണ്. എന്നാൽ ചില ഏരിയയിൽ ചിലപ്പോൾ കിട്ടിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് ആ ഒരു ആദ്യം തന്നെ ഏതൊക്കെ സാധനങ്ങൾ അതിൻ്റെ മുകളിൽ പോയിട്ടുള്ളത് നമുക്ക് അയച്ചോടി ഒരു ഐഡിയ കിട്ടി, ഏതൊക്കെ പാർട്സുകൾ ഇതിന് വേണമെന്നുള്ളത്. അപ്പോൾ ആ ഒരു പാർട്സ് ചോയ്സ് ചെയ്യാനുള്ളതാണ് ആദ്യം നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ ചോയ്സ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ ഇപ്പോൾ നിലവിലുള്ള പാർട്സ് തന്നെ വെച്ച് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുക, എങ്ങനെ അത് റിക്കവർ ചെയ്യാൻ പറ്റുന്നുള്ളത് നോക്കുക. ചോയ്സ് ചെയ്യാൻ പറ്റും. 90% പാർട്സ്, 90% പാർട്സുകൾ അവൈലബിൾ ആണ്. ഓയി പാർട്സ് തന്നെ അവൈലബിൾ ആണ്. ഓയി പാർട്സ് മാത്രം യൂസ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം ഈ ഒരു വണ്ടി റീസ്റ്റോർ ചെയ്ത് പോയി കഴിഞ്ഞാൽ അത്രയും 10,000 ലക്ഷങ്ങൾ മുടക്കുന്ന ആളുകൾ ഒരിക്കലും വഴി കൊടുങ്ങാതെ, അതല്ലെങ്കിൽ എന്തായാലും ചെറിയ സ്റ്റാർട്ടിങ് ഇഷ്യൂസ് പഴയ വണ്ടികൾക്ക്
പിന്നെ പതേ യൂസ് ചെയ്യുക എഞ്ചിൻ്റെ മാതിരത്തൊന്നും പെട്ടെന്ന് എടുത്ത് പോകാറ് ചില സമയങ്ങളിൽ ചില ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാക്കുമെങ്കിലും കൂടെ ഓടിക്കാൻ നല്ല ഒരു കംഫർട്ടായ വണ്ടി ആയതുകൊണ്ട് തന്നെ വല്ലാതൊരു വഴി കുടുങ്ങിയിട്ട് അത് ബ്ലോക്കായി പോകുന്ന രീതിയിൽ ആവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള വർക്കുകൾ മാക്സിമം റീപ്ലേസ് ചെയ്യേണ്ട കാര്യങ്ങൾ റീപ്ലേസ് ചെയ്യുക തന്നെ ചെയ്യുക എന്നുള്ളതാണ് ഞാൻ ചെയ്യുന്ന രീതി കേട്ടോ. റീപ്ലേസ് ചെയ്യേണ്ടാത്ത ഒരു രീതിയിൽ റീപ്ലേസ് ചെയ്യാതിരിക്കുക. മാക്സിമം നമ്മൾ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് മാക്സിമം പ്രൈസ് കുറക്കുക എന്നുള്ളതല്ലാതെ എല്ലാ സാധനങ്ങളും കൂടി വാരിക്കൂടി മാറ്റിച്ച് കൊടുക്കുക എന്നുള്ള ഒരു അനാവശ്യ ചിലവാണെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് ഈ കാര്യത്തിൽ ശ്രദ്ധിക്കുക. അപ്പോൾ അടുത്തൊരു അപ്ഡേഷൻ അടുത്തൊരു വീഡിയോയിലേക്ക് ഞാൻ ചെയ്തുതരാം. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.